മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. ലക്ഷപ്രഭുവായ വിജയകുമാറിന്റെ വീട്ടിൽ ഒരു കൊലപാതകം കൂടി നടക്കാനുള്ള സാധ്യത ഉണ്ടോ? ഈ ചോദ്യം ഇപ്പോൾ ഉയരുകയാണ്. കൊന്നതും കൊലപാതകം നടത്തിയതും ഈ പറയുന്ന 23 വയസ്സുകാരനായ ഈ അന്യസംസ്ഥാന തൊഴിലാളിയാണ് എന്ന് പറയുന്നു. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് അയാളെ കൊന്നത് എന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും ഇതിനൊക്കെ അപ്പുറം നമ്മളൊന്നും അറിയാത്ത എന്തൊക്കെയോ സംഭവ വികാസങ്ങൾ ഇതിനപ്പുറത്തെ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ചില സൂചനകൾ വരികയാണ്. കാരണം ഈ ഒരു കേസിൽ ആദ്യമേ തന്നെ പോലീസ് പറഞ്ഞത് പ്രകാരം മൃതശരീരം, അതായത് വീട്ടിലെ ജോലിക്കാരി രേവമ്മ എന്ന് പറയുന്ന ജോലിക്കാരി ആണ് ഇത് കണ്ടത്, ഈ കൊലപാതകം ആദ്യം കണ്ടത്, മൃതശരീരങ്ങൾ ആദ്യം കണ്ടത്. അപ്പോൾ ആദ്യം ഈ മൃതശരീരം കിടന്നത് ഹാളിലായിരുന്നു, വിജയകുമാറിന്റെ മൃതശരീരം കിടന്നത് ഹാളിലായിരുന്നു. പിന്നീട് കിടപ്പുമുറിയിലാണ് ഡോക്ടർ മീരയുടെ, വിജയകുമാറിന്റെ ഭാര്യയുടെ മൃതശരീരം കണ്ടിരുന്നു എന്ന് പറയുന്നത്. എന്നാൽ മൊഴി നൽകിയപ്പോൾ പറഞ്ഞത് ഉറക്കത്തിൽ രണ്ടുപേരും കൊന്നു എന്നാണ്. ഉറക്കത്തിൽ കൊല്ലണമെങ്കിൽ അവർ കിടപ്പുമുറിയിൽ കിടന്നിരിക്കണം. അങ്ങനെ ഉറക്കത്തിൽ കൊന്ന ഇവർ പിന്നെ എങ്ങനെയാണ് വിജയകുമാർ ഈ ഹാളിലേക്ക് എത്തിയത്? വലിച്ചിഴച്ചു കൊണ്ടുവന്നതാണെങ്കിൽ മുഖം അത്രയും വികൃതമാക്കിയ ശരീരത്തിൽ നിന്നും രക്തം വാർന്ന് പുറത്തേക്ക് ഒഴുകേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വലിച്ചിഴച്ചു വന്നാൽ അവിടെ ഒന്നും രക്തമില്ലാതിരിക്കുക? അങ്ങനെ പല സൂചനകളും ദുരൂഹതകളും ഉണ്ട്. പ്രധാനമായും ഇയാൾ പറയുന്നത് ഈ ദുരൂഹതകൾ ഏറെ ഉണ്ട് എന്ന് പറയുമ്പോഴും ഇയാൾ പറയുന്നത് ഞാൻ വിജയകുമാറിനെ ലക്ഷ്യമിട്ട് തന്നെയാണ് വന്നത് എന്നാണ്. അതായത് ഭാര്യയെയും വിജയകുമാറിനെ തലക്കടിച്ച് മൃഗീയമായി കൊലപ്പെടുത്താനുള്ള പ്ലാൻ ഇല്ലെങ്കിൽ പോലും വിജയകുമാറിനെ ലക്ഷ്യമിട്ട് അയാളെ കൊല്ലാൻ തന്നെയാണ് ഞാൻ വന്നത് എന്നാണ് അമിത് പറയുന്നത്. പ്രധാനമായും അമിത് പറഞ്ഞത് എന്റെ കുഞ്ഞിനെ അയാൾ കൊന്നു സാറേ എന്ന് പറയുകയാണ്. അതായത് ഇയാളുടെ മൊബൈൽ ഫോൺ, വിജയകുമാറിന്റെ മൊബൈൽ ഫോൺ തട്ടിയെടുത്ത അമിത് അതിൽ നിന്നും ഏകദേശം 2.5 ലക്ഷം രൂപയാണ് അടിച്ചു മാറ്റിയത്. അങ്ങനെ 2.5 ലക്ഷം രൂപ എന്തിനടിച്ചു മാറ്റി എന്ന ചോദ്യത്തിന് അയാൾ എനിക്ക് കൂലിയായി 1 രൂപ പോലും തന്നിരുന്നില്ല, ആ പൈസയാണ് ഞാൻ എടുത്തത് എന്നുള്ളതാണ്. മാത്രമല്ല കൊലപാതകത്തിന് ശേഷം എന്തുകൊണ്ട് വീട്ടിൽ നിന്നും 1 രൂപ പോലും എടുത്തില്ല എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയുള്ള പണമൊന്നും എനിക്ക് വേണ്ട എന്ന് കൊലപാതകം നടത്തിയ ഈ പ്രതി പറയുകയാണ്. അപ്പോൾ ഈ പ്രതിയുടെ ഉദ്ദേശം, ലക്ഷ്യമെന്ന് പറയുന്നത് വിജയകുമാറിനെ കൊല്ലുക തന്നെ ആയിരുന്നു എന്ന ചോദ്യമുണ്ട്. ഇത്രയും വലിയ ആഡംബര വീട്ടിൽ സർവ്വ സെക്യൂരിറ്റിയോടുകൂടി ജീവിക്കുന്ന, സർവ്വ സെക്യൂരിറ്റിയുടെ മധ്യത്തിൽ ജീവിക്കുന്ന വിജയകുമാറിനെ പോലെയുള്ള ഒരു ലക്ഷപ്രഭുവിന് അന്യസംസ്ഥാന തൊഴിലാളി 23 വയസ്സ് മാത്രം പ്രായമുള്ള ഈ അമിത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചിരുന്നില്ലേ എന്നുള്ള ചോദ്യമുണ്ട്. തിരിച്ചൊന്ന് അടിക്കുക പോലും ചെയ്യാതെ അത്രയ്ക്ക് നല്ല ശരീരമൊക്കെ ഉള്ള ഇയാൾ, വളരെ ശരീരപ്രകൃതത്തിൽ വളരെ മെലിഞ്ഞ ശരീരപ്രകൃതമുള്ള അമിത്തിനെ നേരിടാൻ ഇയാൾക്ക് വിജയകുമാറിന് കഴിഞ്ഞില്ലേ എന്ന ചോദ്യം ഒക്കെ തന്നെ വരികയാണ്. അങ്ങനെയെങ്കിൽ വിജയകുമാർ ഉണരാതിരിക്കാൻ ശ്വാസം മുട്ടിച്ചോ നടക്കമുള്ള ചോദ്യവും ഉണ്ട്. എന്തായാലും മറ്റൊരു ചോദ്യം, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ അമിത്തിന്റെ വ്യക്തിപരമായുള്ള പ്രശ്നങ്ങളല്ല എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ഇനിയും ഒരു കൊലപാതകം നടക്കാനുള്ള സാധ്യതയുണ്ട്. 4 പേരടങ്ങുന്ന ആ കുടുംബത്തിൽ ഇനി ഏകമായി അവശേഷിക്കുന്നത് വിജയകുമാറിന്റെയും മീരയുടെയും മകൾ മാത്രമാണ്. എങ്കിൽ മകളെയും അധികം വർഷം വൈകാതെ തന്നെ കൊല ചെയ്യാനുള്ള സാഹചര്യങ്ങൾ, കൊല നടത്താനുള്ള നീക്കങ്ങൾ അണിയറയിൽ ഉടനെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് കേരള പോലീസ് വ്യക്തമായി തന്നെ ഈ കേസുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. പല ലൂപ്പ് ഹോളുകളും അടയ്ക്കേണ്ടതുണ്ട്. CBI അടക്കം ഇന്ന് രാവിലെ പറഞ്ഞത് മകന്റെ മരണവുമായി ഈ കൊലപാതകത്തിന് ബന്ധമില്ലെന്നാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വരട്ടെ, ചില ബന്ധങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് പലരും പറയുന്നത്. അമിത്തിനെ കൊണ്ട് കൊല്ലിച്ചതാകാനാണ് സാധ്യത എന്ന് പറയുന്നവരും നിരവധിയാണ്. കാരണം ആ വീട്ടിലെ മതിലിന് എത്ര നീളമാണുള്ളത്, ആ വീട്ടിലെ എത്ര കുറ്റിയിട്ടായിരിക്കും അവർ കിടന്നുറങ്ങുന്നത്, ആ വീട്ടിൽ എത്ര CCTV ക്യാമറകളുണ്ട്, ആ വീട്ടിൽ എത്ര നായ്ക്കളുണ്ട്, അവരുടെ ആ സെക്യൂരിറ്റി ജീവനക്കാരനെ എപ്പോഴായിരിക്കും ഉണരുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാവുന്ന വീട്ടിലെ ഒരാളെ സ്വാധീനിച്ചാൽ ആ സ്വാധീനം വഴി ഇവർ, അതായത് അജ്ഞാതരായിട്ടുള്ളവർ കരുതുന്നത് പോലെ വിജയകുമാറിന്റെ മരണം അത്ര എളുപ്പത്തിൽ നടത്താൻ സാധിക്കില്ലേ എന്നടക്കമുള്ള സംശയമുണ്ട്. ഇങ്ങനെയാണെങ്കിൽ വരും വർഷത്തിൽ ഈ അമിത് തന്നെയാണ് പ്രധാന പ്രതി എന്നും കൊലപാതകി എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന ഈ ഘട്ടത്തിൽ വർഷങ്ങൾ കഴിയുമ്പോൾ അമിതിനെ കുറിച്ചും വിജയകുമാറിനെ കുറിച്ചും മീരയെ കുറിച്ചും ഒക്കെ തന്നെ എല്ലാവരും പതിയെ മറന്നു തുടങ്ങും. മകൾ തിരിച്ച് വീണ്ടും USA പോവുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ഈ കോടാനുകോടി സ്വത്തുക്കൾ ആരുടെ പേരിലേക്ക് പോകും? സ്വത്തുക്കൾ എന്ത് ചെയ്യും? സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൈക്കലാക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഫുൾ സ്റ്റോപ്പ് ഇട്ട് പറഞ്ഞു നിർത്തുന്നതിന് മുൻപേ തന്നെ ഇതിനൊക്കെ തന്നെ മറ്റെന്തെങ്കിലും കണ്ണികൾ ഉണ്ടോ എന്ന് കൂടി വളരെ വ്യക്തമായി അന്വേഷിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും അമിത് ഒറാങ്ങിനെ പ്രേരിപ്പിച്ചത് ഭാര്യയെയും കുട്ടിയെയും നഷ്ടപ്പെട്ടതിന്റെ പക എന്ന് തന്നെയാണ് മൊഴി ഒടുവിൽ വരുന്നത്.
വിജയകുമാറിന്റെ വീട്ടിൽ ഇയാളും ഭാര്യയും ഒരുമിച്ച് മാസങ്ങളോളം ജോലി ചെയ്തിരുന്നു. വിജയകുമാറിന്റെ വീട്ടിലെ ഔട്ട് ഹൌസിൽ ഒന്നിച്ച് താമസിച്ച് വരികയായിരുന്നു. ആ സമയങ്ങളിൽ ഇരുവരും തമ്മിൽ വഴക്കിടകുകയും താൻ ഭാര്യയല്ല എന്നും തനിക്കുള്ള ശമ്പളം വേറെ നൽകണമെന്നും യുവതി വിജയകുമാറിനോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്ന് പറയുന്നു. ഇതിനിടെ അമിത് വിജയകുമാറിന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച് ഓൺലൈനായി 2.25 ലക്ഷം രൂപ തന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി. ഫോൺ മോഷണം പോയി എന്ന പരാതിയിൽ അമിത് പിടിയിലായി. കോടതി റിമാൻഡ് ചെയ്തതോടുകൂടി ജയിലിലുമായി. അതോടെ ഇയാളുടെ ഗർഭിണിയായിരുന്ന ഭാര്യ പിണങ്ങി നാട്ടിലേക്ക് പോവുകയും ചെയ്തു. അവിടെ പ്രസവം നടന്നെങ്കിലും ജനിച്ച ഉടൻ തന്നെ കുഞ്ഞ് മരിച്ചു. ജയിലിൽ കിടന്നതിനാൽ തനിക്ക് പിറന്ന കുഞ്ഞിനെ കാണാൻ അമിത്തിന് കഴിഞ്ഞില്ല. ജയിലിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയ പ്രതി നാട്ടിലേക്ക് പോയെങ്കിലും വിജയകുമാറിനെ കൊലപ്പെടുത്തണമെന്ന ഉറച്ച തീരുമാനത്തോടുകൂടി മടങ്ങി വരികയായിരുന്നു. തിരുവാതുക്കലിലെ ദമ്പതിമാരുടെ കൊലപാതകം പുറത്തറിഞ്ഞ ചൊവ്വാഴ്ച ആദ്യ മണിക്കൂറിൽ തന്നെ പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചിരുന്നു. തന്നെ പിടിച്ചാലും കുഴപ്പമില്ല എന്ന് തീരുമാനിച്ചുറച്ചായിരുന്നു കൊലപാതകമെന്നാണ് നിഗമനം. അമിത് പറയുന്നത് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യവും അല്ല നിലവിലുള്ളത്. അമിത് ഭാര്യ എന്ന് പറയുന്ന യുവതിയെ നിയമപ്രകാരം വിവാഹം ചെയ്തതുമല്ല. വീണ്ടും കോട്ടയത്തേക്ക് എത്തുകയായിരുന്നു. 19-ാം തീയതി കോട്ടയം റെയിൽവേ സ്റ്റേഷന് സമീപം ലോഡ്ജിൽ മുറിയെടുത്തു. 2 ദിവസം അർദ്ധരാത്രി 12 മണിക്ക് ശേഷം ഇയാൾ ലോഡ്ജിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന്റെ CCTV ദൃശ്യം അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഇത് കൊല നടത്താനുള്ള നിരീക്ഷണത്തിലായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം. കൊല്ലപ്പെട്ടവരുടെ ആഭരണങ്ങളോ പണമോ എടുക്കാത്തതിനെ പറ്റി തനിക്ക് അങ്ങനെയുള്ള പണം ആവശ്യമില്ല എന്നും ജോലി ചെയ്തപ്പോൾ മാന്യമായ ശമ്പളം നൽകാത്തതിനാലാണ് ഫോൺ മോഷ്ടിച്ച് പണം ട്രാൻസ്ഫർ ചെയ്തതെന്നുമാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. CCTV ക്യാമറകളും പരിശോധിച്ചിട്ടുണ്ട്. ഒപ്പം കൊല്ലപ്പെട്ട വിജയകുമാറിന്റെയും ഭാര്യ മീരയുടെയും കാണാതായ മൊബൈൽ ഫോണുകളുടെയും അമിത്തിന്റെ ഫോണിന്റെയും ലൊക്കേഷൻ പിന്തുടർന്നു. വീട്ടിൽ നിന്ന് കിട്ടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ടിക്കറ്റും പിടിവള്ളി ആയിരുന്നു. പ്രതിയുടെ ഫോൺ പലപ്പോഴും ഓഫാവുകയും ഓണാവുകയും ചെയ്തിരുന്നു. കൊല്ലപ്പെട്ട മീരയുടെ ഐഫോൺ പ്രതിക്ക് ഓഫാക്കാനായിരുന്നില്ല. അതിനാൽ ആ ഫോൺ എളുപ്പത്തിൽ പിന്തുടരാനും പോലീസിന് കഴിഞ്ഞു. സ്വന്തം ഫോൺ ഓഫാക്കി രക്ഷപ്പെട്ട പ്രതി പെരുമ്പാവൂരെത്തി സഹോദരനെ വിളിക്കാനായി അത് ഓണാക്കുകയായിരുന്നു. ഇതോടെ എല്ലാം വ്യക്തമായി. അങ്ങനെ പോലീസ് എത്തിയത് സഹോദരൻ ജോലി ചെയ്യുന്ന മാളയിലെ കോഴി ഫാമിലേക്കാണ്. പ്രതിയെ പിടികൂടുകയും ചെയ്തു. രാവിലെ പോലീസ് എത്തിയപ്പോഴേക്കും അമിത് പുറത്തിറങ്ങി ചായ കുടിച്ച് മുറിയിലേക്ക് പോവുകയായിരുന്നു. അതോടെ കോഴി ഫാമിൽ നിന്ന് ഒപ്പം താമസിച്ചിരുന്ന 3 പേർക്കൊപ്പം പ്രതിയെ മാള SI KK ശ്രീനിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടുകയായിരുന്നു. കോഴിഫാമിലെത്തിയ അമിത് ഒറാങ് ഒരു പ്രശ്നമുണ്ടെന്ന് മാത്രമാണ് സഹോദരൻ ഗുണ്ടുറാങ്ങിനോട് പറഞ്ഞിരുന്നത്. 3 മാസം മുമ്പാണ് കോഴിഫാമിലെ ജോലിക്കായി ഗുണ്ടുറാങ് ആലത്തൂരിൽ എത്തിയത്. അമിത്തിനെ കുടുക്കിയത് ഇൻസ്റ്റഗ്രാം ഭ്രമം എന്ന സൂചനയുമുണ്ട്. ഇൻസ്റ്റഗ്രാം തുറക്കാനുള്ള തത്രപ്പാടാണ് പോലീസിനെ പ്രതിയുടെ ഫോൺ ലൊക്കേഷൻ കണ്ടെത്താൻ സഹായിച്ചതെന്നും വിലയിരുത്തലുണ്ട്. ഫോണിലെ ഗൂഗിൾ അക്കൗണ്ട് ട്രാക്ക് ചെയ്ത് പോലീസ് തന്നെ കണ്ടെത്താതിരിക്കാൻ അമിത് ശ്രമിക്കുകയും ചെയ്തു എന്നും സ്വന്തം ഫോണിലെ ഇന്റർനെറ്റ് ഉപയോഗിക്കാതെ സുഹൃത്തിന്റെ വൈഫൈ ഉപയോഗിച്ച് ഗൂഗിൾ അക്കൗണ്ട് ഫോണിൽ നിന്നും ഡീആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്തു. ഇതിനുശേഷം സ്വന്തം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കയറി. എന്നാൽ ഗൂഗിൾ അക്കൗണ്ട് ലോഗൌട്ട് ചെയ്യാനുള്ള അമിത്തിന്റെ ശ്രമം പോലീസ് സൈബർ വിങ് മനസ്സിലാക്കി. അങ്ങനെ പ്രതിയുടെ ലൊക്കേഷൻ വിവരം കണ്ടെത്തി. ഇതാണ് പ്രതിയെ കുടുക്കിയത്. സിം ഊരിമാറ്റി പ്രവർത്തനരഹിതമായ സിമ്മാണ് അമിത് ഫോണിൽ ഇട്ടിരുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. പോലീസ് ശ്രദ്ധ ഈ കുടുംബത്തിൽ നിന്ന് മാറ്റരുത് എന്നാണ് പറയാനുള്ളത്. കാരണം ഇനിയും ഒരു കൊലപാതകം നടക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ ഒരു വലിയ കണ്ണിയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് എന്നും വ്യക്തമാവുകയാണ്.